തോമസ് സാറേ, ഈ ലോകകപ്പ് ഫുട്ബോള് സമാപനത്തിലേക്ക്, ഫൈനലിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഇതിനിടയിൽ നടന്ന ഈ പ്രധാനപ്പെട്ട ഒരു വാശിയേറിയ മത്സരം അല്ലെങ്കിൽ നടന്നതും ഫൈനലിൽ ആര് തമ്മിൽ ഏറ്റുമുട്ടും നമുക്ക് ഇപ്പം പറയാറായിട്ടില്ല. എങ്കിലും ഇപ്പോൾ അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള കളിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ ആളുകളുടെ മനസ്സിൽ ഒരു കളിക്കളത്തിനപ്പുറമുള്ള, കളിയേക്കാൾ വലിയ കാര്യം തന്നെ ആയിട്ടുള്ള ഒരു ആവേശം വരുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ ചരിത്രപരമായ ചില വാശികളോ പ്രതികാരങ്ങളോ ഒക്കെ ഉണ്ടെന്ന് ഇങ്ങനെ കേൾക്കുന്നു. എന്താണ് അതിൻ്റെ ഒരു ചരിത്രപരമായ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞാൽ? അർജന്റീന ഇംഗ്ലണ്ട് ഫുട്ബോൾ മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ ഫുട്ബോൾ കളി മാത്രമല്ല. ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് എന്ന് പറയുമ്പോൾ നമുക്കത് ക്രിക്കറ്റിലും കുറച്ചും കൂടി അതിനൊരു പ്രശ്നമുണ്ട്. അപ്പം അതേപോലെ പണ്ട് കാലത്തായിരുന്നെങ്കിൽ അത് ക്രിക്കറ്റ് ആയിരുന്നില്ല, ഇന്ത്യ പാകിസ്ഥാൻ ഹോക്കി മാച്ചിലായിരുന്നു അത് സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ്റെ കേസിൽ തന്നെ പ്രശ്നങ്ങളിലൊക്കെ സംസാരിച്ചും പിടിച്ചൊക്കെ വന്നു കഴിയുമ്പോൾ ഇടയ്ക്ക് കാശ്മീർ എന്ന് പറഞ്ഞൊരു ഭൂവിഭാഗം അതിൽ കടന്നു വരും. അപ്പോൾ ഇതേപോലെ ഒരു സാഹചര്യം ഈ അർജന്റീന ഇംഗ്ലണ്ടിൻ്റെ കേസിലും ഉണ്ട്. ഈ കളി നടക്കുമ്പോൾ ഒരു യുദ്ധസമാന സാഹചര്യവും വൈകാരികതയൊക്കെ അതിന് വന്നു കൂടും. അപ്പോൾ അവർക്കും ഇതേപോലെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഫോക്ലൻഡ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഫോക്ലൻഡ് ഐലൻഡ്സ് എന്നൊക്കെ പറയാറുണ്ട്. അവർ അർജന്റീനക്കാർ അവരുടെ ഭാഷയിൽ മാൽവിനാസ് എന്ന് പറയും, ലാ മാൽവിനാസ് എന്നാണ് അത് പറയാറ്. രണ്ടു കൂട്ടർക്കും അതിനെപ്പറ്റി തർക്കങ്ങളുണ്ട്, അവകാശവും. ഇപ്പം ഇംഗ്ലണ്ടിൻ്റെ കയ്യിലാണ്, പക്ഷേ അത് അർജന്റീനയുടെയാണ് കുറച്ചുകൂടി അടുത്ത അർജന്റീന. അപ്പോൾ അർജന്റീനക്കാർ അത് കിട്ടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിൻ്റെ പേരിൽ 1982 യുദ്ധം നടന്നു. അന്ന് അർജന്റീന പട്ടാളം അവിടെ പ്രവേശിച്ചിട്ട് അത് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ബ്രിട്ടീഷുകാർ അവിടെ പോയി, പിന്നെ പ്രശ്നങ്ങളായി. ഒരു കപ്പൽ അർജന്റീനയുടെ ഇംഗ്ലണ്ട് മുക്കിക്കളഞ്ഞ് കുറേ പേര് മരിക്കുക, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെ ചൊല്ലി അവർ തമ്മിലൊരു തർക്കമുണ്ട്. പിന്നെ ഈ ഫുട്ബോളിലുള്ള വാശി ആരംഭിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ 1966 വേൾഡ് കപ്പിലാണ്. 1966 ഫുട്ബോളിൻ്റെ ഈ ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ നടന്നത് ഇംഗ്ലണ്ടും അർജന്റീനയായിട്ടാണ്. അപ്പോൾ ഇംഗ്ലണ്ട് ഹോസ്റ്റ് കൺട്രിയും കൂടിയായിരുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഈ ക്വാർട്ടർ ഫൈനൽ മാച്ച് ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് അർജന്റീന നടക്കുന്ന സമയത്ത് തുടക്കം തൊട്ട് ഭയങ്കര ഫൗള് മൂത്ത് അവസാനം അർജന്റീനയുടെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു, നല്ല സുന്ദരനും ആചാനബാഹുവുമായ നല്ല യോഗ്യനായ ഒരു വ്യക്തി, അവരുടെ ഡിഫൻഡർ കൂടിയാണ് ക്യാപ്റ്റൻ. അദ്ദേഹത്തിൻ്റെ പേര് അന്റോണിയോ റാറ്റിൻ എന്നായിരുന്നു. പക്ഷെ കളി മൂത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ റഫറി പുറത്തു പോകാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ റാറ്റിൻ പോകാൻ തയ്യാറായിരുന്നില്ല. പിന്നെ ഭയങ്കര പ്രശ്നമായി. അത് എല്ലാവരും കൂടി ഇടപെട്ട് അങ്ങേര് പിന്നെ അവസാനം പോകാൻ സമ്മതിച്ചു. അങ്ങേര് ആ കോർണറിൽ വെച്ചിരിക്കുന്ന ഫ്ലാഗ് എടുത്ത് അതിൽ യൂണിയൻ ജാക്ക്, ഇംഗ്ലണ്ടിൻ്റെ പതാക ഉണ്ടായിരുന്നു, അതൊക്കെ പിടിച്ച് ഞെരിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ പോയി അവിടെ ഒരു കാർപ്പറ്റ് ഉണ്ടായിരുന്നു, ആ കാർപ്പറ്റ് കയറി ഇരുന്നു. ദാറ്റ് കാർപ്പറ്റ് വാസ് മെന്റ് ഫോർ ദി ക്വീൻ, അവർക്ക് ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു. അവിടെ കയറി അങ്ങോട്ട് ഇരിപ്പായി, ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബ്രിട്ടീഷ് ഫാൻസ് ഉണ്ടായിരുന്നു. അവർ എല്ലാവരുടെയും കയ്യിൽ നിർബന്ധമായിട്ടും ബിയർ കുപ്പി ഉണ്ടായിരുന്നു. എല്ലാവരും ബിയർ കുപ്പി വെച്ച് ഇയാളെ എറിയാൻ തുടങ്ങി. അങ്ങനെ വല്ലാത്തൊരു സീനായി. അത് കഴിഞ്ഞ് മാച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഈ ഇംഗ്ലണ്ടിൻ്റെ ഫുട്ബോൾ കോച്ച് ആൻഡ് മാനേജർ ഉണ്ടായിരുന്നു, റാംസെ എന്ന് പറഞ്ഞിട്ട്, ആൽഫ് റാംസെ എന്നായിരുന്നു അങ്ങനത്തെ പേര്. അങ്ങേര് പറഞ്ഞ് ഈ അർജന്റീനക്കാർ ആനിമൽസ് ആണെന്നും പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. അത് ഇപ്പോഴും അർജന്റീനക്കാർക്ക് അതിൻ്റെ ദുഃഖമുണ്ട്. പിന്നെ ആ വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ട് വെൻറ്റ് ഓൺ ടു വിൻ ദി വേൾഡ് കപ്പ്. അവർക്കാണ് കപ്പ് കിട്ടിയത്. ജർമ്മനിയാണ് തോൽപ്പിച്ചത്. ആ ജർമ്മനിയെ തോൽപ്പിച്ച ഗോൾ ഇന്നും കോൺട്രവേഴ്സിയാണ്. കാരണം ആ ലൈൻ ക്രോസ് ചെയ്തോ ഇല്ല എന്നുള്ളതിനെ പറ്റി തർക്കമുണ്ടായിരുന്നു. വിന്നിങ് ഗോൾ, വിജയം നേടാൻ ഉപകരിച്ച ഗോൾ, അതിനെപ്പറ്റി ഇപ്പോഴും തർക്കം നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ 1966 നടന്നത്. പിന്നെ ഇവരെ ഏറ്റുമുട്ടുന്നത് 1986 1986 ഇതേപോലെ ക്വാർട്ടർ ഫൈനൽ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് അർജന്റീന. അപ്പോൾ ആൾക്കാർ അന്ന് പറയുമായിരുന്നു ഇത് 2 കോണ്ടിനെൻറ്റ്സ് തമ്മിലോ അല്ലെങ്കിൽ 2 കൺട്രീസ് തമ്മിലുള്ള ഗെയിമായിട്ട് കാണണ്ട, മാച്ചായിട്ട് കാണണ്ട. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻഡിവിജ്വൽസ് തമ്മിലാണ്, ബിറ്റ്വീൻ 2 men. അതിൽ ഒരാൾ ഇംഗ്ലണ്ടിൻ്റെ ഗാരി ലിനേക്കർ എന്ന് പറയുന്ന ആളാണ്. ഗാരി ലിനേക്കർ ഇംഗ്ലണ്ടിൻ്റെ ആൾ, അർജന്റീനയുടെ ആൾ ഡിഗോ മാരഡോണ. ഇവർ തമ്മിലുള്ളൊരു മാച്ചായിട്ടാണ് അതിനെ ജനം കണ്ടത്. അപ്പോൾ ഗാരി ലിനേക്കറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആ വേൾഡ് കപ്പിൽ നമുക്കറിയാമല്ലോ, ക്വാർട്ടർ ഫൈനലിൽ 1986 എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ട് തോറ്റുപോയി. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ഒറ്റ ഗോളേ അടിച്ചുള്ളൂ. ആ ഗോൾ അടിച്ചത് ഗാരി ലിനേക്കറായിരുന്നു. പിന്നെ
ആ വേൾഡ് കപ്പിൽ 6 ഗോൾസ് അടിച്ചായിരുന്നു. ക്വാർട്ടർ വരെ ഗ്യാരി ലിനേക്കറിന് കളിക്കാൻ പറ്റുള്ളൂ, കാരണം ക്വാർട്ടറിൽ തോറ്റ് പുറത്തായല്ലോ. 6 ഗോൾ അടിച്ചായിരുന്നു. അദ്ദേഹത്തിനായിരുന്നു ഗോൾഡൻ ബൂട്ട് കിട്ടിയത്. അപ്പോൾ അങ്ങനെ അത്ര ഭയങ്കര ഒരു പെർഫോമർ ആയിരുന്നു. അതാണ് ഇംഗ്ലണ്ടിൻ്റെ സൈഡിലുള്ള സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്. ഇനി പിന്നെ അർജന്റീനയുടെ മാരഡോണ 1978 തൊട്ട് തന്നെ ആള് വല്ലാത്ത ഹീറോ ആണ്. അപ്പം അന്ന് അർജന്റീന ടീമിൽ ഇദ്ദേഹത്തെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പലരും പറഞ്ഞായിരുന്നു. പക്ഷെ അന്ന് സീസർ മെനോട്ടി എന്ന് പറയുന്ന ആളാണ് അന്നത്തെ കോച്ച്. അപ്പം അങ്ങേര് പറഞ്ഞു, മാരഡോണ കൊച്ച് പയ്യൻ, കൊച്ചനൊക്കെ എടുത്തു കഴിഞ്ഞാൽ വി കണ്ട് എക്സ്പോസ് ഹിം ടു ദി റിഗേഴ്സ് ഓഫ് ദി വേൾഡ് കപ്പ്. അതെന്ത് പ്രശ്നമുള്ള മാച്ചസാണ് നടക്കുന്നത്, അവൻ ഇപ്പോൾ അയക്കണ്ട, കൊച്ചല്ലേ, വലുതാവട്ടെ എന്ന് പറഞ്ഞു. മാരഡോണയ്ക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. മാരഡോണ അതിനുശേഷം ഈ സീസർ മെനോട്ടി എന്നാണ് കോച്ചിൻ്റെ പേര്, പിന്നെ സംസാരിച്ചിട്ടില്ല എന്നാണ് പറയണേ. അത്രയ്ക്ക് അദ്ദേഹത്തിന് ഹാർട്ട് ബ്രോക്കൺ ആയിട്ടാണ് ഫീൽ ചെയ്തു. അപ്പോൾ അത് ഒക്കെ അങ്ങനെ നടന്നു. പക്ഷെ 1979 മാരഡോണയ്ക്ക് ഒരു ആശ്വാസം കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജൂനിയർ വേൾഡ് കപ്പിൻ്റെ ക്യാപ്റ്റനാക്കി അർജന്റീനയുടെ. എന്നിട്ട് വേൾഡ് കപ്പ് ഫൈനലിൽ കളിച്ചത് റഷ്യ ആയിട്ടാണ്. പക്ഷേ അത് അർജന്റീന ജയിക്കുകയും ചെയ്തു, ആ വേൾഡ് കപ്പ് കിട്ടുകയും ചെയ്തു. അദ്ദേഹം ജൂനിയർ വേൾഡ് കപ്പിലെ ക്യാപ്റ്റനായിരുന്നു. അദ്ദേഹത്തിന് ബെസ്റ്റ് പ്ലെയർ ഓഫ് ദി മാച്ച് എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്യുകയും ചെയ്തു മാരഡോണിനെ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു തൃപ്തി അങ്ങനെ കിട്ടി. പിന്നെ 1982 അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് കളിക്കാൻ ചാൻസ് കിട്ടുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഗ്രൂപ്പിലൊക്കെ തന്നെ പല വലിയ ടീംസ് ഉണ്ടായിരുന്നു. ഈ വേൾഡ് കപ്പ് നേടിയ ഇറ്റലിയും, പൗളോ റോസി എന്ന് പറഞ്ഞൊരു സൂപ്പർ ആളുണ്ടായിരുന്നു. പിന്നെ ബ്രസീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീലിൻ്റെ എക്കാലത്തെ ഒരു നല്ല ടീമായിരുന്നു എന്നാണ് പറയുന്നത് 1982. അപ്പോൾ അവരൊക്കെ ആയിട്ട് കളിച്ചിട്ട് അവർക്ക് അധികം മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് മാരഡോണയ്ക്ക് അതിൽ അങ്ങനെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഗംഭീരമായിട്ട് നടത്തി, പക്ഷേ നത്തിങ് ടു റൈറ്റ് ഹോം അബൌട്ട് എന്ന് വേണമെങ്കിൽ പറയാം. വലുതായിട്ടൊന്നും അദ്ദേഹത്തിനെ പറ്റി പറയാനില്ല. അപ്പോൾ പിന്നീട് 1986 ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതിൽ ഗ്യാരി ലിനേക്കറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി മാരഡോണയുടെ 1986 കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്തിൽ ഇതുവരെ നടന്നിരിക്കുന്ന മാച്ചസിൽ ഏറ്റവും മെമ്മറബിളാണ് ഫോർ ദി പെർഫോമൻസ് ഓഫ് മാരഡോണ. അദ്ദേഹം ആദ്യത്തെ ഗോൾ അടിച്ചത് അന്ന് ഒരു സൂപ്പർ ഗോൾ കീപ്പറായിരുന്നു ബ്രിട്ടൻ്റെ ഉണ്ടായിരുന്നത്, പീറ്റർ ഷിൽട്ടൺ എന്ന് പറഞ്ഞു. പീറ്റർ ഷിൽട്ടൺ ആചാനബാഹുവായിരുന്നു. അങ്ങേരെ കടത്തി വെട്ടി ഹെഡ് ചെയ്ത് ഗോൾ അടിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഇങ്ങേര് ഫുട്ബോളിന് പകരം ഒന്ന് വോളിബോൾ കളിച്ചു 1 മിനിറ്റ്. അതായത് കൈ കൊണ്ടൊന്ന് തട്ടിയിട്ട് ഹാൻഡ് ഓഫ് ഗോഡ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അത് ഇത് ഹാൻഡ് ബോൾ ആയിരുന്നു എന്ന് ചോദിച്ചു. അപ്പം അങ്ങേര് പറഞ്ഞു ദെയർ വാസ് ദി ഹാൻഡ് ഓഫ് ഗോഡ് ആൻഡ് ദി ഹാൻഡ് ഓഫ് മാരഡോണ. പിന്നെ അത് ഇപ്പോൾ ഹാൻഡ് ഓഫ് ഗോഡ് എന്നുള്ള രീതിയിലാണ് ആ ബോൾ ഇത് അറിയപ്പെടുന്നത്. പിന്നീട് ഈ സെഞ്ചുറിയിൽ ഏറ്റവും നല്ല ഗോൾ മാരഡോണ അടിച്ചു. അങ്ങനെ മാരഡോണ ആ 1986 പക്ഷേ ഈ മാച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് സങ്കടമാണ്. ആർക്ക്? നമ്മുടെ ഇംഗ്ലണ്ടിന് തെറ്റായ രീതിയിലാണ് ഗോൾ അടിച്ചതെന്നുള്ളൊരു സങ്കടം അതുണ്ടായിരുന്നു. പക്ഷേ അർജന്റീനയ്ക്ക് ആ സങ്കടം ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോക്ലൻഡ് വാറിൻ്റെ കേസിലും 66 ആളെ പുറത്താക്കിയതിൻ്റെയൊക്കെ ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശരിയായ എന്നുള്ള രീതിയിലായി. പിന്നെ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് 1998 അന്ന് ഈ അർജന്റീനയുടെ ഡീഗോ സിമിയോണി എന്ന് പറയുന്ന പ്ലെയറിനെ ഫൗൾ ചെയ്തു എന്ന് പറഞ്ഞ് ബെക്കമിനെ പുറത്താക്കി. പിന്നീട് അത് മാച്ച് ഡിസൈഡ് ചെയ്തത് 10 പേര് വെച്ച് കളിക്കേണ്ടി വന്നു. മാച്ച് ഡിസൈഡ് ചെയ്തത് പെനാൽറ്റി ഷൂട്ട് ഔട്ടിലാണ്. അതിൽ അർജന്റീന വിജയിച്ചു. അതാണ് 1998. പിന്നെ അവർ ഏറ്റുമുട്ടിയത് 2002 2002 ഈ ഒരു പെനാൽറ്റി വഴിയാണ് ഇംഗ്ലണ്ട് രക്ഷപ്പെട്ടത്. അതായത് മൈക്കിൾ ഓവൻ എന്ന് പറയുന്ന പ്ലെയറിനെ ഫൗൾ ചെയ്തതിൻ്റെ പേരിലാണ് ആ പെനാൽറ്റി കിട്ടിയത്. ആ പെനാൽറ്റി അടിച്ച് ഗോളാക്കിയത് ഡേവിഡ് ബെക്കമാണ്. അപ്പോൾ വേൾഡ് കപ്പിൽ നടന്ന അന്യായത്തിന് പകരം അദ്ദേഹത്തിന് കിട്ടി. എന്തായാലും ഇതേപോലെ ഓരോ കാര്യത്തിലും ഇവർ തമ്മിൽ ഓരോ മാച്ചിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ 2026 വന്നു. ഈ 60 years കഴിഞ്ഞിട്ടാണ്, അതായത് 1966 ഇംഗ്ലണ്ടിന് കിട്ടിയതിന് ശേഷം 60 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വന്നതാണ്. പക്ഷേ അർജന്റീന അടുത്ത് തോറ്റുപോയി 2-1. അതാണ് ഇതുവരെയുള്ള ചരിത്രം. യെസ്, എന്തായാലും അത് ഈ കളിക്കളത്തിന് അപ്പുറത്ത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വാശിയും വൈരാഗ്യവും അല്ലെങ്കിൽ അമർഷവും പ്രതികാരവും ഒക്കെ ഈ കാൽപന്തിൽ തിളച്ചു മറിയുന്ന ഒരു ഗ്രൗണ്ടാണല്ലേ ഫുട്ബോൾ ഗ്രൗണ്ട്. ആ ചരിത്രം അധികം പേരും ഓർക്കുന്നുണ്ടാവില്ല സാർ. അത് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെച്ചത് നന്നായി. നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.